നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് കേവലം ഒരു വാർത്തയെക്കുറിച്ചല്ല, മറിച്ച് 21-ാം നൂറ്റാണ്ടിലെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഒരു മഹാസംഭവത്തിന്റെ ഉള്ളറകളാണ്. ഈ വരുന്ന ബുധനാഴ്ച ഫെബ്രുവരി 25-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ വിമാനമിറങ്ങുമ്പോൾ ലോകത്തിലെ വൻ ശക്തികൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയെ തന്റെ പ്രിയ സുഹൃത്തെന്ന് ആവർത്തിച്ച് വിളിക്കുന്നത്? വെറും ഒരു സൗഹൃദത്തിനെല്ലാം അപ്പുറം ലോക ഭൂപടത്തിൽ ഒരു പുതിയ അതിർത്തി വരയ്ക്കാൻ ഇവർ പദ്ധതി ഇടുകയാണത്രേ. അവിടെയാണ് സഖ്യങ്ങളുടെ ഹെക്സഗൺ ഓഫ് അലയൻസസ് എന്ന രഹസ്യവും എന്നാൽ ശക്തവുമായ തന്ത്രം പുറത്തു വരുന്നത്. ഇറാനും അവരുടെ സായുധ ഗ്രൂപ്പുകളും തീർക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനെ അഥവാ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ തകർക്കാൻ ഇന്ത്യയെ നായകസ്ഥാനത്ത് നിർത്തി ഇസ്രയേൽ ഒരുക്കുന്ന ഈ കവചം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ഇന്ത്യ വെറും ഒരു പങ്കാളിയാണോ അതോ ഈ സഖ്യത്തിന്റെ നട്ടെല്ലാണോ? പശ്ചിമേഷ്യയിലെ യുദ്ധക്കനലുകൾക്കിടയിൽ നിന്നും ഇന്ത്യ എങ്ങനെ ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആയി മാറുന്നു? ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾക്കൊപ്പം ഞാൻ ആ നിഗൂഢതകൾ ഒന്നൊന്നായി അഴിച്ചു തരും. ഇന്ത്യയുടെ കരുത്ത് ലോകം എങ്ങനെ അംഗീകരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. 2017 ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ മണ്ണിൽ കാലുകുത്തിയപ്പോൾ അത് പുതിയൊരു യുഗത്തിന്റെ തുടക്കമായിരുന്നു. എന്നാൽ 2026 ഈ സന്ദർശനം അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾക്കായിരുന്നു. ഗസയിലെ യുദ്ധം അവസാനിച്ചെങ്കിലും മേഖലയിൽ ഇപ്പോഴും അശാന്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് മോദി ഇസ്രയേലിലേക്ക് എത്തുന്നത്. ഇതൊരു സമാധാന ദൂതന്റെ സന്ദർശനമാണ്, ഒപ്പം ഒരു തന്ത്രശാലിയായ ഭരണാധികാരിയുടെ നീക്കം. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ അഭിസംബോധന ചെയ്യുക എന്നത് ലോക നേതാക്കൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ്. അത് മോദിക്ക് ലഭിക്കുമ്പോൾ അത് ഇന്ത്യയുടെ 140 കോടി ജനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാണ്. നെതന്യാഹു മുന്നോട്ട് വെച്ച ഈ ഹെക്സഗൺ എന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇതൊരു 6 വശങ്ങളുള്ള സുരക്ഷാ സാമ്പത്തിക മതിലാണ്. ഇതിന്റെ 6 വശങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്, ഇന്ത്യ ദ പവർ ഹൗസ്, സഖ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. സാമ്പത്തികമായും സൈനികമായും വളരുന്ന ഇന്ത്യയല്ലാതെ ഇസ്രയേലിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. 2, ഇസ്രയേൽ ദ ബ്രെയിൻ, ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും രഹസ്യാന്വേഷണ വിഭാഗവുമുള്ള രാജ്യം. 3, ഗ്രീസ് ദ ഗേറ്റ് വേ ഓഫ് യൂറോപ്പ്, യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും പ്രവേശന കവാടം. 4, സൈപ്രസ് ദ സ്ട്രാറ്റജിക് ലിങ്ക്, മെഡിറ്ററേനിയൻ കടലിലെ പ്രധാന താവളം. 5, അറബ് രാഷ്ട്രങ്ങൾ ദ പാർട്ട്നേഴ്സ്, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ. ഇവർ ഇസ്രയേലുമായി നേരിട്ട് കൈകോർക്കുന്നത് ഇറാനെ തടയാനാണ്. 6, ആഫ്രിക്കൻ, ഏഷ്യൻ രാഷ്ട്രങ്ങൾ, വികസന രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ. എന്താണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം? നെതന്യാഹുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ റാഡിക്കൽ ഷിയ അച്ചുതണ്ടിനെ, റാഡിക്കൽ ഷൈറ്റ് ആക്സിസ് പ്രതിരോധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇറാൻ, ഹിസ്ബുള്ള, ഹൂതികൾ ഇവർ ചേർന്ന് ഇസ്രയേലിനെയും പശ്ചിമേഷ്യൻ സമാധാനത്തെയും ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ഏറ്റവും വിശ്വസിക്കാവുന്ന രാജ്യം ഇന്ത്യയാണെന്ന് നെതന്യാഹു ഉറച്ചു വിശ്വസിക്കുന്നു, ആവർത്തിച്ച് പറയുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് മാജിക് നമ്മൾ കാണുന്നത്. ലോകത്ത് റഷ്യയോടും അമേരിക്കയോടും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സൗദി അറേബ്യയോടും ഇസ്രയേലിനോടും ഒരേ സമയം മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുള്ളൂ. ഈ ഒരു സഖ്യം സത്യത്തിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന പദ്ധതിയുടെ സുരക്ഷാ രൂപമാണ്. ഇന്ത്യയിൽ നിന്ന് UAE വഴി സൗദി അറേബ്യയിലൂടെ ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തെത്തി അവിടെ നിന്നും യൂറോപ്പിലേക്ക് ചരക്കുകൾ എത്തിക്കുന്ന പദ്ധതിയാണിത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ഇന്ത്യ നൽകുന്ന കനത്ത മറുപടി കൂടി. ഈ പാത സുരക്ഷിതമാകണമെങ്കിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സൈനിക സഖ്യം അനിവാര്യമാണ്. ഇന്ത്യൻ സൈന്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും ആധുനികമായി ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു പിന്നിൽ ഇസ്രയേലിന്റെ വലിയ പങ്കുമുണ്ട്. ഈ സന്ദർശനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ചില പ്രധാന വിഷയങ്ങൾ കൂടി നമുക്കൊന്ന് അറിയാം. നമ്മൾ ഇത്രയും നേരം ആ സഖ്യത്തിന്റെ കാര്യം വിശദമായി അറിഞ്ഞു, ഇനി ഇതിലെ വിഷയങ്ങൾ അറിയാം. അയൺഡോമും അതിനപ്പുറം ഇസ്രയേലിലെ മിസൈലുകളിൽ നിന്നും രക്ഷിക്കുന്ന അയൺഡോം സാങ്കേതിക വിദ്യ ഇന്ത്യയുമായി പങ്കുവെക്കുന്നതിനെ കുറിച്ച് ധാരണയാകും. ലേസർ മിസൈൽ ഷീൽഡ്, അതായത് വെടിയുണ്ടകളോ മിസൈലുകളോ ഉപയോഗിക്കാതെ വെറും ലേസർ രശ്മികൾ കൊണ്ട് ശത്രു മിസൈലുകളെ തകർക്കുന്ന വിദ്യ. ഇത് ഇന്ത്യയുടെ അതിർത്തികളിൽ വിന്യസിച്ചാൽ ഇന്ത്യയുടെ സുരക്ഷാ കവചം തകർക്കാൻ ആർക്കും സാധിക്കില്ല. അടുത്തത് ഡ്രോൺ സാങ്കേതിക വിദ്യയാണ്. ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് നിർമ്മിക്കുന്ന ഡ്രോണുകൾ ലോക വിപണി പിടിച്ചെടുക്കാൻ പോവുകയാണ്. അടുത്തത് ആന്റി ബാലിസ്റ്റിക് മിസൈലുകൾ, ശത്രുക്കളുടെ ലോങ് റേഞ്ച് മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള ആരോ മിസൈൽ സംവിധാനങ്ങളിൽ ഇന്ത്യ പങ്കാളിയാകും. ഇന്ന് ലോകം ഇന്ത്യയെ കാണുന്നത് കേവലം ഒരു രാജ്യം എന്ന നിലയിലൊന്നും അല്ല, മറിച്ച് വിശ്വമിത്ര എന്ന നിലയിലാണ്. എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം. ഗാസ യുദ്ധസമയത്ത് ഇന്ത്യ സ്വീകരിച്ച സന്തുലിതമായ നിലപാട് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് തന്നെ വർദ്ധിപ്പിച്ചു. ഇസ്രയേലിന്റെ സുരക്ഷയെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ ഫലസ്തീനിലെ സാധാരണക്കാരുടെ ദുരിതത്തിൽ ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും സഹായം എത്തിക്കുകയും ചെയ്തു.
ഈ സന്ദർശനത്തിലൂടെ പശ്ചിമേഷ്യയിലെ ഒരു സമാധാന വക്താവ്, പീസ് മേക്കർ എന്ന നിലയിലേക്ക് മോദി ഉയരുകയാണ്. അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം സുഗമമാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നും അമേരിക്ക പോലും വിശ്വസിക്കുന്നുണ്ട്. ഈ സഖ്യത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നുമില്ല. ഹമാസ് ഇതിനകം തന്നെ ഇതിനെ ഒരു ഭീഷണിയായി കണ്ടു കഴിഞ്ഞു. മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളെ ഇസ്രയേലിന്റെ വരുതിയിലാക്കാനുള്ള തന്ത്രമാണിതെന്ന് അവർ ആരോപിക്കുകയാണ്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തീവ്രവാദത്തെ അടിച്ചമർത്താതെ മേഖലയിൽ വികസനം സാധ്യമല്ലെന്ന് ഇന്ത്യയും ഇസ്രായേലും സൗദി അടക്കം ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്. ഹമാസ് വക്താവ് ഖാസമിന്റെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ഈ സഖ്യം അവരുടെ തന്ത്രങ്ങളെ എത്രത്തോളം തകർക്കുന്നു എന്നതിന്റെ തെളിവാണ്. പലരും ചോദിക്കാറുണ്ട്, ഇത്തരം ആഗോള സഖ്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് എന്ത് ഗുണമാണുള്ളത് എന്ന്. അതിനുള്ള ഉത്തരങ്ങൾ ഇതാണ്. ഇസ്രയേലിലെ ഡ്രിപ്പ് ഇറിഗേഷൻ സാങ്കേതിക വിദ്യ ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളെ പച്ചപ്പണിയിക്കും. കുറഞ്ഞ വെള്ളത്തിൽ കൂടുതൽ വിളവ് എന്ന വിദ്യ ഇന്ത്യക്ക് പകർന്നു നൽകും. കൂടാതെ സമുദ്രജലത്തെ കുടിവെള്ളമാക്കുന്ന ഡിസലൈനേഷൻ സാങ്കേതിക വിദ്യയിൽ ലോക നേതാവാണ് ഇസ്രയേൽ. ഇന്ത്യയിലെ തീരദേശ നഗരങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കും. പ്രതിരോധ നിർമ്മാണ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വഴി 10,000-കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. ബംഗളൂരുവിലെയും ഹൈദരാബാദിലെയും IT മേഖലയ്ക്ക് ഇസ്രയേലിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവുമായി കൈകോർക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. ഈ ഒരു സഖ്യം വെറും ഒരു വാക്കല്ല, അത് ഇന്ത്യയുടെ ആഗോള ആധിപത്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. നരേന്ദ്രമോദി ഇസ്രയേലിൽ നടത്തുന്ന ഈ ഒരു സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ മകുടോദാഹരണമാണ്. ലോകത്തിലെ ഏത് പ്രശ്നത്തിലും ഇന്ത്യയുടെ നിലപാട് ഇന്ന് നിർണായകമാണ്. നെതന്യാഹു മോദിയെ പ്രിയ സുഹൃത്ത് എന്ന് വിളിക്കുമ്പോൾ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് രണ്ട് കരുത്തുറ്റ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അവിഭാജ്യമായ ബന്ധമാണ്. ഇന്ത്യ വെറും ഒരു വിപണിയല്ല, മറിച്ച് ലോകത്തെ നയിക്കാൻ പോകുന്ന ശക്തിയാണെന്ന് ഈ സഖ്യം കൂടി തെളിയിക്കുകയാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും ലോകത്തെ തീവ്രവാദ ശക്തികൾക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പാണിത്. ഇന്ത്യയെ അവഗണിക്കാൻ ഇനി ആർക്കും കഴിയില്ല. അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടത്. അതായത് യൂറോപ്പുമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ വ്യാപാര കരാർ, അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ, കൂടാതെ UAE-യുമായിട്ടുള്ള നമ്മുടെ വ്യാപാര കരാർ, അങ്ങനെ ഇത്രത്തോളം വ്യാപാര കരാറുകളും സഖ്യങ്ങളുമാണ് ഇന്ന് ഇന്ത്യയെ വിശ്വസിച്ച് എല്ലാവരും ഏൽപ്പിക്കുന്നത്. മോദി എന്ന നേതാവിനെ വിശ്വസിച്ച് എല്ലാവരും ഏൽപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു 2026 തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ചെറിയ കാര്യങ്ങളായി നമ്മൾ കാണരുത്. കാരണം ഇസ്രയേലുമായിട്ടുള്ള ഇത്തരത്തിലൊരു ബന്ധം, അതായത് ഇസ്രയേൽ ഇന്ത്യയെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വലിയ നീക്കമാണിത്. ബ്രിക്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് സഖ്യം എടുത്തു നോക്കിയാലും ഇന്ത്യ ഇന്ന് അവിടെയുള്ള ഒരു നിർണായകമായിട്ടുള്ള സ്ഥാനം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം വളരെ അഭിമാനിക്കാവുന്ന വളരെ വലിയൊരു മുഹൂർത്തമാണ്, വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ എത്ര പറഞ്ഞാലും എൻ്റെ വാക്കുകൾ എനിക്ക് നിർത്താൻ സാധിക്കുന്നില്ല. അത്രത്തോളം വലിയ വലിയ അഭിമാന നേട്ടങ്ങളാണ് ഇന്ന് ഇന്ത്യക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിമാന നേട്ടം, നിങ്ങളുടെ അഭിമാന മുഹൂർത്തത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കാണാൻ സാധിക്കുന്നതെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇത് പങ്കുവയ്ക്കുക. ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചുള്ള ഇത്തരം കൂടുതൽ വിശകലനങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.